അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കസ്റ്റേർഡ് വെച്ചിട്ടുള്ളൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. കസ്റ്റേർഡും അതുപോലെ ആപ്പിളും നട്ട്സൊക്കെ വെച്ചിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ 1/2 ലിറ്റർ പാലിൽ നിന്ന് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കതിൽ കസ്റ്റേർഡ് ഒന്ന് കലക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ പാലൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാനതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ പാലിലേക്ക്. നമ്മളിതിൽ മിൽക്ക് മെയ്ഡ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ആവശ്യത്തിന് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് ഗ്യാസ് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ച 4 ടേബിൾ സ്പൂൺ പാലുണ്ടല്ലോ, അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് കട്ടയില്ലാതെ നന്നായിട്ട് കലക്കിയ ശേഷം ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇത് കട്ടയില്ലാതെ കലക്കിയ ശേഷം ഞാൻ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പിന്നെ കസ്റ്റേർഡ് പൗഡർ എടുക്കുമ്പോൾ ഒരുപാട് എടുക്കരുത്, അപ്പോൾ നല്ല കട്ടിയായി പോകും. നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണം നമ്മുടെ ഈ കസ്റ്റേർഡിൻ്റെ മിക്സ് ഇരിക്കാനായിട്ട്. പിന്നെ ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടെ തിക്കായിട്ടും വരും. അപ്പോൾ ഒരുപാട് കസ്റ്റേർഡ് എടുക്കണ്ട. ഇനി ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്ന് 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി ചെറുതായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്ന ശേഷം നമുക്കതിലേക്ക് ഫ്ലേവറിനായിട്ട് ഞാനിപ്പോൾ സ്ട്രോബെറിയുടെ എസെൻസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സ്ട്രോബെറിയുടെ എസെൻസ് തന്നെ വേണമെന്നില്ല, വാനില എസെൻസോ പൈനാപ്പിളിൻ്റെ എസെൻസ് ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഇതാ ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ സ്ട്രോബെറിയുടെ എസെൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സാക്കിയ ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം. അങ്ങനെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പാകത്തിലായാൽ മതി, ഒരുപാട് കട്ടിയാക്കി എടുക്കണ്ട, കാരണം ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടെ തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു പാകത്തിലാക്കി എടുക്കാം. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കസ്റ്റേർഡൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ 2 ആപ്പിൾ തൊലി കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കസ്റ്റേർഡിലേക്ക് ഇട്ട് കൊടുക്കാനാണ്. പിന്നെ ഞാൻ കുറച്ച് റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ കസ്റ്റേർഡിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കസ്റ്റേർഡൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടിരിക്കുകയാണ്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ആപ്പിളും അതുപോലെ നമ്മുടെ അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. ഇനി അത് രണ്ടും ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് മിക്സാക്കിയ ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് തണുത്ത ശേഷം വേണം ഇതിൻ്റെ മുകളിലായിട്ട് ക്രീമൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കസ്റ്റേർഡിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതുപോലെ ഒരു സെർവിങ് ബൗൾ എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്ട്രോബെറിയുടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇതുപോലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഹാഷീസിൻ്റെ സ്ട്രോബെറി സിറപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഒഴിച്ച ശേഷം നമുക്ക് റെഡിയാക്കി വെച്ച് നമ്മുടെ കസ്റ്റേർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ആപ്പിളും നട്ട്സൊക്കെ ഇട്ടത്, അത് ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എത്ര വേണ്ടതെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഞാനിതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് സ്റ്റാർ നോസിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇങ്ങനെ കസ്റ്റേർഡിൻ്റെ മുകളിലായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഏത് ഡിസൈനിലായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഡിസൈൻ വേണമെന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്ത് കൊടുത്തതെന്നുള്ളൂ. അതുപോലെ പൈപ്പിംഗ് ബാഗിൻ്റെ സൈഡിലായിട്ട് കുറച്ച് സ്ട്രോബെറി സിറപ്പ് കൂടെ ആക്കി കൊടുത്താൽ നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ചെറിയ റെഡ് കളർ വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ട്രോബെറി സിറപ്പ് ഇങ്ങനെ കുറേശ്ശായിട്ട് മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കസ്റ്റേർഡിൻ്റെ ഈ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഉണ്ടാക്കിയ അളവിൽ ഒരു 4 ആൾക്ക് കഴിക്കാനുള്ള അളവുണ്ടാവും. അപ്പോൾ നമുക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ച് പാലിൻ്റെ കസ്റ്റേർഡിൻ്റെ അതുപോലെ പഞ്ചസാരയുടെ അളവൊക്കെ കൂട്ടിയെടുക്കുക. അതുപോലെ ആപ്പിളൊക്കെ നമുക്ക് എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കസ്റ്റേർഡ് ഡെസേർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.